ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 25 ഡേ 24. അപ്പൊ ഇന്ന് ഭയങ്കര വിഷയമുള്ള ദിവസമാണ് അല്ലേ. നെവിൻ പുറത്തിറങ്ങി പോകുന്നു, പൂമ്പാറ്റകൾ ഫയറാകുന്നു, അനുമോൾ വീണ്ടും 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 കണ്ടന്റ് ആണെങ്കിലും തേഞ്ഞ കണ്ടന്റ് ആകുന്നു. ക്രൈമോൾ ഡ്രാമോൾ ആകുന്നു. അങ്ങനത്തെ ഒരു എപ്പിസോഡാണെന്ന് തുടക്കം മുതൽ തന്നെ കാണിക്കുന്നത്. ഇന്നലെ രാത്രി ഈ നിവിൻ ഫുഡ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവർ കുറച്ച് പേര് അവിടെ ഇരുന്ന സമയത്ത്. അപ്പോൾ അതിന് ഗിസയിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി. പിന്നെ ഇന്നിപ്പോൾ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് പലർക്കും അനുമോള് ഗിസേലിൻ്റെ മുഖത്തൊരു തോണ്ടൽ തോണ്ടിയില്ലോ. ആ തോണ്ടൽ പെട്ടെന്ന് വന്നതാണോ, ഇത് എവിടുന്ന് വന്നു എന്നുള്ളൊരു സാധനം ഇങ്ങനെ നിങ്ങളെ മനസ്സിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഐറ്റം ഉണ്ട്. അതായത് ഈ സാധനം പെട്ടെന്ന് വന്നതല്ല. ഓക്കെ, ഇതിലൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. രാത്രി അനുമോള് കണ്ടോ ഗിസേല് കിടക്കുമ്പോൾ പോയി നോക്കുന്നത്. അനുമോള് ഗിസേലിന്റെ മുഖത്തേക്ക് നോക്കണേ, പോയി ഇങ്ങനെ നോക്കാം മേക്കപ്പ് ഇട്ടിട്ടുണ്ടോന്ന്. അതായത് CID ലാലേട്ട് പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. രാത്രി ഗിസേല് ഉറങ്ങുമ്പോ ഇങ്ങനെ പോയി നോക്കുക. ഇതിന് മൂത്തെന്തോ വിഷയമാണ് തോന്നുന്നുണ്ട്. സീരിയസ് ആയിട്ട് എന്താ സംഗതി പ്രോബ്ലം എനിക്കിപ്പോഴും മനസ്സിലാവണില്ല അല്ലേ. ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഇതിന്റെ മുകളിലാണ് രാവിലെ ആർക്ക് ഈ സംഗതി അനുമോൾ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഗിസേൽ ഇപ്പോഴും മേക്കപ്പ് ഇടുന്നുണ്ട്, റെനേന്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്, ഓർത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, അവര് റൂള് ബ്രേക്ക് ചെയ്തതിന് അവർക്ക് എന്ത് പെനാൽറ്റി ആര് കൊടുത്തിട്ടുണ്ട്? ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇനി റൂൾ ബ്രേക്ക് ചെയ്താൽ അത് നേരെ പോയിട്ട് ആരോട് പറഞ്ഞാൽ മതി? ലാലേട്ടൻ്റെ അടുത്തോ ബിഗ് ബോസിന്റെ അടുത്തോ പറഞ്ഞാൽ മതി. അപ്പൊ ഇത് കണക്ക് കൂട്ടി വെച്ച് വന്നത് തന്നെയാണ് അനുമോള്. ഓക്കെ, അനുമോൾ PR ആരും ഇത് നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഓക്കെ, അനുമോൾ PRകൾ ഇത് മുക്കും. പക്ഷെ ഇങ്ങനെ ലൈറ്റ് അവിടെ നടന്നിട്ടുണ്ട്. ഗിസേല് രാത്രി കടന്നുറങ്ങുമ്പോൾ പോയി നോക്കി വെച്ചതാണ് അനുമോൾ ഈ സാധനം. കൃത്യമായ സ്ഥലത്ത് എവിടെ കിട്ടി? ഈ പറഞ്ഞ ഗിസേലിനെ അടുക്കളയിൽ കിട്ടി. അടുക്കളയിൽ കിട്ടിയ സമയത്ത് അനുമോൾ എന്ത് ചെയ്തു? ഉറപ്പിച്ചല്ലോ, ഇത്ര സൂക്ഷ്മ കണ്ണാടി വെച്ച് നോക്കിയതാണല്ലോ. ഈ രാത്രി ആകുമ്പോഴാണ് മാടമ്പള്ളിയിലെ അതെ. അപ്പൊ അത് കറക്റ്റ് ആ ടൈമിൽ എന്ത് ചെയ്തു? ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്തു, നേരെ ഗിസേലിന്റെ മുഖത്തൊരൊറ്റ തോണ്ടല്. ഗിസേല് പിടിച്ച് ഉന്തിയതും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഗിസേല് ഒന്നുകൂടി ബുദ്ധിപൂർവ്വം നിന്നിട്ടുണ്ടെങ്കിൽ ഈ അനുമോള് തോണ്ടിയത് മാത്രം അതെ ശരിക്കും ലോക്കാക്കായിരുന്നു. പക്ഷെ ഗിസേൽ അവിടെ പിടിച്ച് ഉന്തി. അപ്പം എന്താണെങ്കിലും അതൊരു ഈവൻ സാധനമായിട്ട് പോകാനുള്ള വഴിയേ ഉള്ളൂ. അതങ്ങനെ ഒരു സൈഡിൽ നിൽക്കുമ്പോഴാണ് നിവിൻ കഥാപാത്രം നിവിൻ ഇറങ്ങുന്നത്. നിവിന് ഓൾറെഡി അനുമോളോട് സീനുണ്ട്. കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്, അനുമോൾ നിന്ന അവളെ ഞാൻ നിർത്തില്ല, അവളെ ഞാൻ കളയും, അവളെ ഞാൻ തെറുകൊടി പച്ച പുൽച്ചാടി, അവളെ ഞാൻ തീർക്കും പച്ച പുൽച്ചാടി എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ നിവിൻ അടിക്കുന്നുണ്ട്. അങ്ങനെ നിവിൻ പൊട്ടുന്നതിൻ്റെ ഇടയിലൊക്കെ ആദിലും നോറയും കൃത്യമായി ചോദിക്കുന്നുണ്ട്, നീ പുറത്ത് പോവോ? കാരണം അവരുടെ മനസ്സിൽ ഇവനെ പുറത്ത് കളയുന്നുണ്ട്, നന്നായിട്ടുണ്ട്. കാരണമുണ്ട്. നോമിനേഷനിലിട്ടത് മാത്രല്ല, ഇവൻ വന്ന് കയറിയത് മുതല് ഇവരെ പിരിപ്പിക്കാനുള്ള സാധനമായിട്ടാണ് ആര് നടക്കുന്നത്. ഇയാള് പറഞ്ഞിട്ടുണ്ട് അവരടുത്ത്, ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ പിരിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങളെ ഇവിടുന്ന് പോണ രണ്ടാളെയും സെപ്പറേറ്റ് ആക്കും പറഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ കുറെ ആൾക്കാരെ അത് അതെ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് തരാം. അവളോട് മാത്രമല്ല എന്നോടും പ്രശ്നമുണ്ട്. അല്ല, ഞങ്ങളോട് എന്താ പറയലെന്നറിയോ? പ്രശ്നം എന്താ വെച്ചേക്കാ, എപ്പോഴും ഇവൻ പറയും നിങ്ങളെ റിലേഷൻ എനിക്ക് ബ്രേക്ക് ചെയ്യണം, നിങ്ങളെ റിലേഷൻ എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞോണ്ട്. ഓക്കെ, അപ്പോ ഈ പിരിപ്പിക്കെന്ന് പറയുമ്പോ നേരത്തെ ജിത്തുഭായി പറഞ്ഞ പോയിന്റ് എന്ന് പറയും അവരുടെ ആ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഒന്നിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഈവൻ വീട്ടുകാരെ അടക്കം ഒഴിവാക്കിയിട്ടൊക്കെയാണ് അവർ വന്നത്. അപ്പോൾ അവർ എത്രമാത്രം അവർ ഒന്നിക്കാൻ വേണ്ടി ചെയ്തതൊക്കെ നമ്മൾ ന്യൂസിൽ കൂടിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പിരിക്കുന്നു പറഞ്ഞത് ബാക്കി എല്ലാവരും ഒഴിവാക്കിയാലും ചിലപ്പോൾ അത് വിടാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. അതിനെ കൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ഞങ്ങളെ പ്രശ്നക്കാരെ ഇവനാണെങ്കിൽ ഇവനെ തൂക്കിന് പുറത്തേക്ക് ഇടണം, അത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. അവർക്ക് അവർ നിന്നാലും പോയാലൊന്നും കുഴപ്പമുണ്ടാവില്ല. അല്ല, അവരെ അത് കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് ഓങ്ങി വെച്ചതാന്നുള്ളത്.
ബട്ടർഫ്ലൈസ് സത്യം പറഞ്ഞാൽ വീട്ടിനകത്ത് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുമ്പോൾ ആരും വിചാരിച്ചിട്ടില്ല അവർക്ക് ഈ സാധനങ്ങൾ അവർ നോട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തരത്തും എന്നുള്ളത്. എന്താ വെച്ചാൽ നവീൻ ശരിക്കും അവരെ കറക്റ്റ് പോയിന്റിലാണ് ടച്ച് ചെയ്തത്. അത് മാത്രമല്ല നിവിന് കുറച്ചും കൂടി ഈസിയാണ് ഇവരെ കാര്യങ്ങൾ കിട്ടാൻ. ബിക്കോസ് ഇവര് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. നിവിന് അവന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ബട്ട് അവന് ഇവരെ കാര്യങ്ങൾ കിട്ടാൻ വളരെ ഈസിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവനും മനസ്സിലായി എന്ത് ഇവരെ പിരിപ്പിക്കുന്നതാണ് ഇതിലെ ഗെയിം എന്നുള്ളത്. ഈ സീസണിലെ വൺ ഓഫ് ദി ടോപ്പ് കോണ്ടന്റ് എന്താ, ആദില നോറയുടെ വേർപിരിയല് അല്ലെങ്കിൽ ആദില നോറയുടെ സ്പ്ലിറ്റിങ്. ബിഗ് ബോസ് അത് ഈ ആഴ്ചയിൽ എന്ത് ചെയ്തു, അവർ സ്പ്ലിറ്റ് ആക്കി ട്രൈ ചെയ്തു. പക്ഷെ ഈ മണ്ടന്മാർക്ക് അറിയില്ലല്ലോ, മേ ബി ഇൻ കമ്മിങ് ഡേയ്സ് ഇതിന്റെ ഒരു ഫോർമാറ്റ് മാറിയാൽ, ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ ഒരു ഫോർമാറ്റ് ചേഞ്ച്. ഈ ഫോർമാറ്റ് ചേഞ്ച് ആവുന്ന വഴിക്ക് ചിലപ്പോൾ 3-4 ആളുകൾ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഇവരും അതേ ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ 2 ആൾ ഒന്നായില്ലേ, അങ്ങനെയാവൂലോ. അങ്ങനെയാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എന്താ, നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മളെ എക്സ്പെക്ടേഷൻ ഇത് എവിടെയോ ഒരു ട്വിസ്റ്റ്, ഇവർ 2 ആളും പിരിഞ്ഞിട്ടുള്ള ഒരു സാധനം വരാം. അപ്പൊ നെവിൻ അത് കയറുന്നതിന് മുന്നേ എക്സ്പെക്ട് ചെയ്യാലോ, അല്ലെങ്കിൽ അതൊരു കോണ്ടന്റ് ആക്കാൻ നോക്കാലോ നെവിന്. മേ ബി ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് മൂപ്പര് ട്രൈ ചെയ്തതായിരിക്കണം ഇവർക്ക് പൊളിഞ്ഞതും. ഇവർ കൃത്യമായി അത് പിച്ച് ചെയ്തു. അത് വേറെ കാര്യമുണ്ട്. ഞാൻ രാവിലത്തെ വീഡിയോ പറഞ്ഞൊരു കൺഫെഷൻ റൂമിന്റെ ക്യാമറേന്റെ മുന്നിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് പണി തന്നെയാണ്. അത് ബിഗ് ബോസിനെ നേരിട്ട് വെല്ലുവിളിക്കുന്ന പോലെയാണ്. എന്തായാലും അത് പറഞ്ഞു, അതിനുള്ള പണി നല്ല രീതിയിൽ കിട്ടി. പിന്നെ ലൈവിൽ കാണാത്തൊരു പോർഷൻ ഇന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അത് ഇവർ 2 ആളും തമ്മിലുള്ള ഹീറ്റഡ് ആർഗ്യുമെന്റ്, ആദില നോറ ടീമും ഈ നെവിനും തമ്മിലുള്ള ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഉണ്ട്. അത് ലൈവില് കാണിച്ചിട്ടില്ല. ലൈവില് നമ്മൾ കൺഫെഷൻ റൂമാ കണ്ടേ ലൈവില്. ഇവിടെ കൺഫെഷൻ റൂം കുറച്ച് കാണിച്ചിട്ട് കൂടുതൽ നെവിൻ പുറത്താവാൻ ഈ ആദില നോറേനായിട്ടുള്ളൊരു ആ ഒരു വെർബൽ സ്പാറ്റിങ് കാണിച്ചു. കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലായി ഇവർ തമ്മിലുള്ള സീനുകൾ എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ളത്. എന്നിട്ട് പിന്നെ നിവിൻ എന്ത് ചെയ്തു, വാക്കൗട്ട് ചെയ്ത് പോയി. രേണുസുതി അപ്പൊ ഇന്നാണ് ആ ട്രിക്ക് മനസ്സിലാക്കിയത് കേട്ടോ. ഏത് ഇത്രയും കാലമായിട്ട് ഞാൻ അവിടെ ഒരു ക്യാമറ ഉള്ളത് കണ്ടു. ആദ്യമേ ഞാൻ പറയുന്നു അടുക്കളയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലവട്ടം ഞാൻ നടക്കണമെന്നൊക്കെ. എന്നിട്ടാണ് ആ വൃത്തിയിട്ടന്മാര് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എടാ ഇന്ന് എന്തിനാ അതിന് വലിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആ വൃത്തിയിട്ടന്മാര് വോട്ട് ചെയ്തിട്ടല്ലേ ഞാൻ അവിടെ നിൽക്കുന്നത്. അല്ല, ഏഷ്യാനെറ്റിന്റെ ട്രൈ ഉണ്ട്, സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. വീട്ടിലേക്കുള്ള വഴി കാണിക്കും ഏഷ്യാനെറ്റിനെ വെച്ചിട്ടുണ്ട്. നാട്ടുകാരോട് ഒന്ന് വഴി കാണിച്ചു കൊടുക്കും. ഒരു കാര്യമല്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്നു വോട്ടിംഗ് റൈറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ 3-ാം സ്ഥാനത്ത് തന്നെ ഉണ്ട് മൂപ്പര്. പക്ഷെ ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് പഴയ പോലെ ആൾക്കാർക്ക് ആകെ സീനായിരിക്കുണ്ടോ. പക്ഷെ മുപ്പത്തേര് അവിടെയും ഇവിടെയും ഞാൻ പറയട്ടെ, ഇവിടെയാണെങ്കിലും സർവൈവലിനുള്ള ഒരു ഇത് മനസ്സിലായോ, സർവൈവലിനുള്ള തത്രപ്പാടില് പറയുന്നത് മാറ്റി മറിച്ചും പറയുന്നല്ലേ ഉള്ളൂ. പ്രശ്നമുണ്ടായപ്പോ അതിനെന്ത് നേട്ടത്തിക്കായിരുന്നു. ഞാൻ എങ്ങനെങ്കിലും പോവാൻ നോക്കുമ്പോ അതും ഇന്നെ പറഞ്ഞേക്കണില്ല. ലാസ്റ്റ് അടവാതിരിക്കും. ഇനിയിപ്പോ മറ്റേ ഇതൊക്കെ ടിഷ്യൂ പേപ്പർ എടുത്ത് മറ്റുള്ള നേരെ ചെല്ലും. അതാണ് ലാസ്റ്റ് അടവ്. അപ്പോ സംഗതി അങ്ങനെ രേണുസുതി ഒരു സൈഡിൽ പോകുന്നുണ്ട്. അങ്ങനെ അടിയായി കച്ചറയായി. ഇവനെ പ്രൊവോക്ക് ചെയ്ത് ഇവൻ കമ്മ്യൂണിറ്റീനൊക്കെ പറഞ്ഞൊക്കെ രാവിലത്തെ വീഡിയോ പറഞ്ഞതാണ്. കമ്മ്യൂണിറ്റീൻ്റെ കാര്യമൊന്നും വലിച്ചിടേണ്ട കാര്യം അവിടെ അവനില്ല. അപ്പൊ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് പുറത്തുനിന്ന് തന്നെ ഇവരെ നോട്ടഡ് ആണെന്നും കമ്മ്യൂണിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ വലിച്ചിടണം എന്നുള്ളത് ഇവന്റെ മനസ്സിലെ പ്ലാൻ ആണെന്നും ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇവരെ അത് പറഞ്ഞിട്ട് തന്നെ പോകണം. നല്ല ബാക്കിയുള്ളവർക്ക് ഇവരെ അരയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ തന്നെയാണ് നിവിൻ അതിൻ്റെ ഗെയിം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിഗ് ബോസ് ആണ്, നമുക്കറിയാം ഇപ്രാവശ്യം 7ന്റെ പണിയാണ്. ആദിലി നോറയും ഇത്ര സ്ട്രോങ് ആയപ്പോൾ ഇനി അവർക്ക് ഒരു ഒപ്പോണന്റ് ആ വീട്ടിനകത്ത് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കുറവാണ്. അല്ല വേണ്ട, നെവിനെ തന്നെ തിരിച്ചെടുക്കാം. ഞാനിന്ന് അഭിഷേക് ഇട്ട വീഡിയോ ഉണ്ട്, അഭിഷേകിനോട് ഇവര് ഡ്രസ്സ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓബിയസ്ലി എന്താണ് കൊണ്ടുവരാം, തിരിച്ചു കൊണ്ടുവരാം അല്ലേ. ഏത് അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ 7ന്റെ പണിയാണ്. അവർക്ക് നല്ലൊരു കണ്ടന്റ് മേക്കർ ആണ്. ആദില നോറ വേഴ്സസ് നിവിൻ ഇനി നല്ലൊരു കണ്ടന്റ് ആണ്, ഓഡബിൾ കണ്ടന്റ്, ഭയങ്കര കണ്ടന്റ് ആണ്. അങ്ങനെ കണ്ടന്റ് ഉള്ള സാഹചര്യത്തിൽ അവര് നിർബന്ധമായിട്ട് ഞാൻ പറയുമ്പോ എന്ത് നിവിനെ തിരിച്ചു കൊണ്ടുവരും. തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഴയ കോമഡി ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നിവിൻ കുറച്ചുകൂടി സ്ട്രോങ് ആവും. അത് ഇവരെയും പൊട്ടിക്കും. ഇപ്പൊ തന്നെ അവിടെ ഗ്രൂപ്പ് കണ്ടോ, അക്ബർ, അപ്പാനി, റെന, ഗിസേല്, ഗ്രൂപ്പ് വലുതായി, വലിയ ഗ്രൂപ്പായി അവരിത്. അപ്പൊ ഇപ്പുറത്തേക്ക് നെവിനും കൂടി വരുമ്പോ ഇവര് സ്ട്രോങ് ആവും. ആദിലി നോറ അപ്പുറത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കും. ചിലപ്പോ ആ ഗ്രൂപ്പിക്ക് അനുമോള് കയറിയാ കയറി. അനുമോൾ അങ്ങനെയാണ്. അല്ല ഇന്ന് കിച്ചണിൽ ഒരു സാധനം ഉണ്ടായി. കിച്ചണിൽ ശൈത്യം നിക്കട്ടോ. അപ്പൊ അക്ബർ പോയി ചീത്ത പറയുന്നുണ്ട്, അനുമോളെ എല്ലാരും ചെയ്തു, എന്നെ അടക്കം പൊട്ടിക്കണ്ടേ,
ശൈത്യ ഞാനിപ്പോ എവിടെ നിക്കണ്ടത്, എവിടെ നിക്കണോ, ഞാൻ അവിടെ നിക്കണോ, ശൈത്യങ്ങനെ നിന്നിട്ട് ഞാനിപ്പോ എവിടെ പോണ്ടേ, ഞാൻ ആരെ ഭാഗത്ത് നല്ല രക്ഷപ്പെടുക എന്നുള്ള സാധനത്തിന് ഇങ്ങനെ സ്റ്റക്കായി പോയൊരു ശൈത്യനെ ഒന്ന് കാണാൻ പറ്റും. ഒന്നും പറയാൻ കിട്ടാതെ 2 ചോറ് വയലട് വെച്ചെന്നാ ഒന്നും പറയണ്ടല്ലോ. അതെ. പിന്നെ അതിനിടയിൽ മിസ്സായൊരു കണ്ടന്റ് ഉണ്ട്. അനീഷ് പണിപ്പുര പോയിട്ട് നല്ല കടന്നുറങ്ങിയിട്ട് എന്നിട്ട് അത് തിരിച്ചു വന്നിട്ട് തിരിച്ച് അതെന്താ പറയൂ, നമ്മള് രാവിലെ ലൈവ് കാണുമ്പോ അനീഷ് ആക്റ്റീവാണ്, ഇയാൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. അക്ബർ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ മറ്റേ ആര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചെങ്ങായി കുറച്ച് കഴിയുമ്പോ കടന്നു നല്ല ഉറക്കാണ്. ഫുള്ള് രാത്രി ലൈവ് കണ്ടിട്ടാണ് ഞാൻ. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കേണ്ടത് ഇനി ഇയാളെ ഗെയിം കളിക്കുക, അതിന്റെ ഉള്ളിൽ അതായത് റഫറേറ്റ് നിർത്തുമല്ലോ, അങ്ങനെ കൊടുത്താണ് ഇയാള് നല്ല ഉറക്കം. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ. ഞാൻ കുറെ നേരം കണ്ടു. ബിന്നി ഭയങ്കര എഫേർട്ട്, റെന ഭയങ്കര എഫേർട്ട്, ചത്ത് കെട്ടി ആര്യം ഭയങ്കര എഫേർട്ട്. ഇതിനിടയിൽ കുറച്ച് കഴിയുമ്പോ ആര്യം പോയി. പിന്നെ ഞാൻ നോക്കുമ്പോ രാവിലെ എണീച്ചുമ്പോ അനീഷാണ് അതില്. അനീഷ് ഇത്ര ചത്ത് കെട്ടി കളിച്ചാ, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഡയലോഗോ 110 ഡയലോഗ് അടിച്ചോണ്ടിരിക്കണ്. അല്ല വേറെ കാര്യം ഉണ്ടോ, അനീഷ് ആര്യനടിക്കുന്ന ഒരു സാധനം ഉണ്ട്. നീ പണക്കാരനാണ്, ഞാൻ കോമണറാണ്, നീ പൈസക്കാരനാണ്. ആര്യനാണെങ്കിൽ ഇതിന് പൊളിഞ്ഞിട്ടുണ്ടല്ലോ. ഗെയിമിന്റെ ഇടയിലും പറയുന്നുണ്ട് പൈസയുടെ മുൻകട കാണിക്കുന്നത്. അതല്ല, ആര്യനത് പൊള്ളുന്നുണ്ട്. ആര്യനത് പൊള്ളിയിട്ട് പൈസ ഇവിടെ പൈസ ഒരു കാര്യമില്ല. ആര് സത്യം പറഞ്ഞു എന്റെ അച്ഛന് പൈസ കാര്യമില്ല, പറഞ്ഞു കൊടുക്കുന്നത് കോമഡിയാ. ഇന്ന സോഫയെ കിടക്കുന്നു, അതിലാണ് അനീഷ് പറയണേ നീ നിജ കോമണർക്കാരൻ തോട്ടങ്ങി കോമണർ പന്നി എന്നൊക്കെ വേറെ ടോപ്പ് വെച്ചിണ്ടായി. നീ രാവിലെ നീച്ചിട്ടേ ഷാനവാസ് ഇങ്ങനെ പോവാ, ടുഡേ കോൾ മീ സാർ. അതിന് ഷാനവാസ് പണികളാറ്. ഷാനവാസ് ഓഹോ എന്നോട് പണി നോക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഇതിനിടയിൽ കുറെ കോമഡി സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അനുമോളിന്ന് അല്ല അല്ല അനുമോള മറ്റേ ഐറ്റം എങ്ങനെ ഉണ്ട്, പേടിച്ച് മാറിക്കുന്നു. അനുമോള് ക്യാമറ മറ്റേ പാട്ടിനല്ല പെട്ടെന്ന് അയ്യോ അയ്യോ എന്നിട്ട് ഇങ്ങനെ നാട്ടില് നല്ല ഓണപരിപാടിയൊക്കെ മാങ്ങാപ്പുളിശ്ശേരി അല്ല അതല്ല എന്നെ ഇവിടുന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ ജീവിച്ചു പോയിക്കോളാം. അതല്ല ആ പറഞ്ഞ രസം, നാട്ടിലൊക്കെ ഓണപരിപാടി ഉണ്ടാവുകയെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോയിക്കൊണ്ട് കൊഴപ്പില്ലേന്നൊക്കെ. എന്റെ അമ്മേ ഇത്രയും നല്ല നടികർ അല്ലെ, എമ്മാതിരി അല്ല അനുമോക്ക് അറിയാം നീവിനെ ഇറങ്ങി കഴിയുമ്പോ ഇവിടെ തലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ കുറച്ച് ഓവർ കാണിച്ചിട്ട് അതിനിടയിൽ അതിലിന് പറയും വന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ എടുത്തോളാം, അതാണ് പോയത്. അവരെടുത്ത് വെച്ചോളാം എന്നിട്ട് അവര് വന്നപ്പോഴത്തേക്ക് അനുവിന് സമാധാനം കഴിച്ചിലായി. അങ്ങനത്തെ കാര്യത്തിൽ നല്ല ബുദ്ധിയുണ്ട്. ഈ ക്രെഡിറ്റ് മേടിച്ചേക്കാൻ ആൾക്കാർ ഓപ്പോസിറ്റ് ആവുന്നുള്ളതുകൊണ്ട് നന്നായിട്ട് മുപ്പത്തിയേര് എന്ത് ചെയ്ത് ആ സാധനത്തിന്റെ മുകളിൽ വർക്ക് ചെയ്ത ആ സാധനം കണ്ണൊക്കെ വലുതാക്കി പുറത്തേക്ക് അടി വന്നു. എന്നിട്ടോ നിവിൻ പോയത് താൻ കാരണമാണെന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു പേടിയോ സങ്കടം ഉള്ള ഒരാളാണെങ്കിൽ ഇന്നാ റെന ഫാത്തിമ ചോദിക്കുമ്പോ ചോറ് കൊടുക്കണം. അവിടെയൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം പറയാം. ഇത് ഈവൻ അനുമോൾ ഫാൻസിനോടാണ് പറയുന്നത്. ഒരാള് ഭക്ഷണം ചോദിച്ചു വന്നിട്ട് അത് റെന ഗെയിം ആണെങ്കിൽ പോലും ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വർത്താനാണ് ആര് പറഞ്ഞത്, അനുമോൾ റെനയോട് പറഞ്ഞത്. നീ എന്നരെ ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം വിഷമാണെന്നോ എന്തോ പറഞ്ഞല്ലടി, രസമല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ പറഞ്ഞപ്പോ അതിന്റെ പേരിൽ ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് ഭക്ഷണം ചോദിക്കുന്ന ഒരാളെ പോടിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അനുമോള സംസ്കാരവും അപ്ബ്രിങ്ങിങ് ഉണ്ടല്ലോ തീട്ടെന്ന് എനിക്ക് പറയുള്ളൂ. സത്യം എനിക്ക് ഒന്നും പറയല്ല. കാരണം എന്താ പറയുക, ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് ഇത്രയൊക്കെ പറയുന്നല്ലോ അല്ലെ, ഇത്രയൊക്കെ പറയുന്നതാണ് എന്ത് അല്ല ഭയങ്കരമായിട്ട് കുലമഹിമയും മറ്റേ കുലയൊക്കെ വാരി എറിയുന്ന അനുമോള് ഭക്ഷണത്തിന് മുന്നിൽ ഒരു കുട്ടീനെ ഇനി ചെറുത് വലുതെന്നില്ലേ, അല്ല ഇവളാണല്ലോ ചെറുത് വലുത് എന്ന് പറയല്ലേ, ഇവളാ സ്വന്തം അനിയത്തിന് ഈ അനുമോളെ ആട്ടി വിടോ, പൊടി പൊടി എന്ന് പറഞ്ഞാൽ ആട്ടി വിടൂ. അതൊക്കെ തേർഡ് റേറ്റ് പരിപാടിയാണ് അനുമോള് കാണിക്കുന്നത്. ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞു എന്നൊക്കെ പറയേണ്ട നാള് കാര്യം. ഓ അല്ലെങ്കിൽ എന്താ
ക്യാമറ ഡബിൾ സ്റ്റാൻഡും മൾട്ടി സ്റ്റാൻഡും സൂപ്പർ സ്റ്റാൻഡും കഴിഞ്ഞ് പോയ ഒരാളാ. ജിസേല് കരഞ്ഞപ്പോ അത് ഡ്രാമ, ജിസേല് കഴിഞ്ഞപ്പോ ഡ്രാമ. ഞാൻ കരയുമ്പോ സൂപ്പർ. ഞാനിവിടെ ഏതെങ്കിലും ക്യാമറ നോക്കി കരഞ്ഞിട്ടുണ്ടോ? ഈ 72 ക്യാമറയും കരഞ്ഞിട്ടുള്ള ഒരാൾ. ക്യാമറക്ക് അത് കേട്ടപ്പോ കൺഫ്യൂഷൻ ആയിട്ട് നോക്കിട്ടാ അല്ല അതല്ല പാത്രം കഴിക്കണമെന്നാ പറഞ്ഞേ. അതിൽ അവിടുത്തെ ക്യാമറ ചത്ത പോലെ കിടക്കാം. റിഗ് വെച്ച് നടന്നോ ഡയലോഗ് നെവി പുറത്തു പോകുന്ന ഇവിടെ രണ്ടെണ്ണം പൊട്ടിച്ചു പോയിക്കൂടെ. അല്ല വേറെ കാര്യമുണ്ട്. ഇപ്പൊ പലരും പറയും നമ്മളിരുന്ന് അനുമോളെ ബുള്ളി ചെയ്യാണ്. ഇതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് അപ്പാനിയും അക്ബറും ടീമും ഇവിടെ ബുള്ളി ചെയ്യുന്നത്. ബുള്ളി ചെയ്യാൻ പോയിട്ട് നിന്ന് കൊടുത്തിട്ട് എനിക്ക് ബുള്ളി വേണം 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 എന്ന് പറഞ്ഞ് നെഞ്ചത്ത് വാങ്ങി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മുന്നിക്കെടുത്ത് ഞാൻ വിക്ടിമാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഉള്ളിൽ അങ്ങനെ കണ്ടന്റ് പിടിച്ച് പോവാനുള്ള പരിപാടി അല്ലേ കളിക്കണേ. ഒരാളിരുന്ന് എല്ലാ കാർഡും ഉപയോഗിക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞേ ബന്ദിപ്പൂർ കാർഡ്, മൈസൂർ കാർഡ്, അങ്ങനത്തെ കാർഡുകൾ മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ കാർഡും 36 എടുത്തിട്ടുണ്ട്. കുറ്റിക്കാട് പൊന്തക്കാടൊക്കെ ഇനി എടുക്കാനുള്ളൂ. ബാക്കി എല്ലാ കാർഡും അനുമോൾ എടുത്തിട്ടുണ്ട്. പണിപ്പറ തുറന്നു കൊടുത്തപ്പോ മക്കളെ ആര്യന്റെ മാസ് ഞങ്ങളാരും ഇല്ല. അല്ല അതിന് ഞാൻ ആര്യനെ കുറ്റം പറയില്ല. മനസ്സിലായി. അതല്ല ആ ബോഡി ലാംഗ്വേജ് പറയുന്നതിലും ആണത്. ആക്ച്വലി തിങ്ക് ചെയ്തതിന് തെറ്റൊന്നുമില്ല കേട്ടോ. തിങ്ക് ചെയ്തതിന് തെറ്റില്ല. അല്ല തിങ്ക് ചെയ്തതിന് തെറ്റില്ല. അല്ല അതിനെ പണിപ്പരേനെ മുന്നിൽ പോയിട്ട് നിർത്തണ്ടായിരുന്നു. എല്ലാരും കയറിയപ്പോ മൂപ്പരേ ഓഹോ ഓടിപ്പോളും മെല്ലെ പോയാ മതി. ആരുണ്ടല്ലോ ചിന്തിക്കൂ നമുക്ക് ഗ്രൂപ്പ് കൂടാ. അല്ല അതുണ്ട്. അതായത് ഇപ്പൊ അത് എല്ലാ സീസണിലും കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, എറിഞ്ഞു കൊടുക്കും. ഇവിടുന്ന് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാൻ നോക്കും. പക്ഷെ ഈ സീസണിൽ അതൊന്നും നടക്കാൻ പോണില്ല. അത് വേറെ കാര്യം, എത്ര എറിഞ്ഞാലും പിടിച്ചാലും കാര്യമില്ല. പക്ഷെ ഇവൻ കോമഡിയാണ് അല്ലേ. ഇവന്റെ റിലേ റിലേ കട്ടാണ്. റിലേ കട്ടാണ് ആൾക്ക്. മുഴുവൻ പ്രശ്നമായി തുടങ്ങിയപ്പോഴേ സത്യം. അതായത് എവിടെ തൊട്ടാ എന്ത് പാളെന്ന് അറിയില്ല. കിളിങ്ങിയിരിക്കുന്നു മൂപ്പര്. ആകെ കിളി മാറിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഡ്രസ്സും സാധനവും പരിപാടിയും കിട്ടി. പക്ഷെ ഇതിന് പണി കിട്ടും. എന്താണെങ്കിലും ഇതിനൊരു പണി ഉണ്ടാവും. ആ പണി എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് ഇനി പിന്നെ എപ്പോഴെങ്കിലും പറയും. മനസാക്ഷി എന്നൊക്കെ ഒന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഒരു മനസാക്ഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാത്രി ആയപ്പോണ്ട് നമ്മളെ പകലും നമുക്ക് ഇറങ്ങുന്ന മറ്റുള്ള എന്റെ കിറ്റവിടെ അപ്പൊ ഇവക്ക് കിറ്റ് കിട്ടിയിട്ടില്ലേ? LDF കൊടുത്തിട്ട് അല്ല അവള് പറഞ്ഞല്ലോ ഓണപരിപാടിക്ക് ഞാൻ പുറത്തു പോയിക്കോളാം. അത് മനപ്പൂരം രാത്രി 2 മണിക്ക് എല്ലാരും ഉറക്കം കളയാൻ വേണ്ടി ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. അല്ല സംഗതി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ലൈവില് കാണിക്കല്ലോ കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയി. എന്താ ഈ പറയണേ? പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാണ്. അപ്പൊ രാത്രി കൃത്യമായിട്ട് കുളിച്ച് തുളസിക്കതിര് ചൂടി അതിലൊരു പൊട്ടൊക്കെ വെക്കണം. മനസ്സിലായോ? എന്നാലേ നടക്കൂ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതല്ല വേറെ കാര്യമുണ്ട്. അക്ബറിന്റെ ടീമിന്റെ വേറെ കാര്യം പറയണം. ഇത്രയൊക്കെ പറഞ്ഞാലും ഇപ്പൊ അക്ബറിന്റെ പ്രൊഫഷനെ ഇവള് കളിയൊക്കെയുണ്ട്. അത് വെറും വൃത്തിയാണ്. നിന്റെ ഉപ്പിയും ഉമ്മിയും നിന്നെ എങ്ങനെ വളർത്തി ഓളെല്ലാരും വീട്ടുകാരും ഓള് പറയും. അപ്പാനിയുടെ ഭാര്യ ഈ അനുമോക്ക് ആരെ വീട്ടുകാരും വേണമെങ്കിൽ പറയാന്നുള്ള ലൈസൻസ് ഉണ്ട്. അതും പറഞ്ഞല്ലേ. ഇന്ന് അക്ബർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അക്ബർ ഇവളോട് പറഞ്ഞില്ല. അക്ബർ ഗിസയിലും എല്ലാരും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ ഗിസേലിനോട് പറയുന്നുണ്ട് ഇവളൊരു ആക്ട്രസ് അല്ല, ഇവള് എന്താ ആക്ട്രസ് അതെ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള സാധനം അടിക്കുന്നുണ്ട്. അതെന്താണെങ്കിലും അനുമോൾ ഫാൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ സാധനം ഒരു സെന്റിമെന്റൽ സാധനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയാലോ, ഒരാളെ പ്രൊഫഷനെ കുറിച്ച് പറയുന്നതൊന്നും അത്ര നല്ല കാര്യമൊന്നുമല്ല. അതിപ്പോ അക്ബർ അനുമോളെ കുറിച്ച് പറഞ്ഞാലും അനുമോൾ അക്ബറെ കുറിച്ച് പറഞ്ഞാലും തിരിച്ചും അത് രണ്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ചെറിയൊരു ഫൈറ്റ് ഉണ്ടായ ഉടനെ വീട്ടുകാരെടുത്തേക്കാണ് ചാടുന്നത്. അതുണ്ട്, അത് വളരെ മോശം പരിപാടി. വീട്ടുകാര് അച്ഛൻ അമ്മ ഇതാണ് മൂപ്പത്തിക്ക് പറയാനുള്ളത്. പിന്നെ പ്രാക്ക് അപ്പാനി സത്യം പറഞ്ഞാൽ അവിടെ 2 ആളൊപ്പമുള്ളതുകൊണ്ടാണ് റെനിയും
മറ്റേ അക്ബറും ഒപ്പമുള്ളതുകൊണ്ട് മാത്രമാണ് അപ്പാനി അവിടെ പിടിച്ചു നിന്നത്. ഇനി നോയിക്കോ നാളെ അപ്പാനി ശൈത്യാന്റെ അടുത്ത് പോയി കാര്യം എന്നെ പ്രാഗിടി അവള് എന്നെ ഇറങ്ങിച്ച് പോയിടി ഞാൻ സെത്ത് പോകുന്നു പറഞ്ഞിട്ട് എന്താണെങ്കിലും അപ്പാനി പോകാനുള്ള വഴി ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനെ പോയി ജാൻമണിക്ക് ഒരു വലിയ എതിരാളിയായി മാറി. സത്യം ജാൻമണി ഒന്നുമല്ല. അല്ല അനുമോൾ ഇതൊക്കെ ദൈവം കണ്ട് എന്നെ കരയിപ്പിച്ചതിന് ദൈവം വിട്ടു, ദൈവം ചോദിക്കുന്നൊക്കെ. ദൈവത്തിനാണുള്ള ഇതിനെ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. ദൈവം രാവിലെ ആയിട്ട് ലൈവ് കണ്ടിട്ട് ലിസ്റ്റ് ഉണ്ട്. ഇന്ന് അനുമോളൊക്കെ അറിയിച്ചത് അപ്പാനി, ശരത്, അക്ബർ, ദൈവം അമ്പലത്തിനൊക്കെ ഇറങ്ങിയവരുണ്ട്. അതല്ല രസമല്ല, ബിഗ് ബോസ് ലിവറിൽ വലിച്ചിട്ട് വേണ്ട അനുമോള് വേണ്ട പണിയും, ദൈവം പണിയും വേണ്ട അനുമോള് വേണ്ട വേറെ ആരെങ്കിലും പിടിക്കാൻ. ബിഗ് ബോസ് വരെ പേടിച്ചു കാണും. ആ അവസ്ഥയുള്ള പ്രാക്കാണ് പ്രായം കൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മേ എന്ത് കഥയല്ലേ. സത്യം അനുമോളുടെ ഒരു അവസ്ഥ, അനുമോൾ കാണിക്കാൻ ഫുഡിന്റെ സംഭവം കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ ദേഷ്യം വരുന്നത്. അല്ലെ നമുക്ക് അനുമോൾ ഞാൻ പറയലേ നല്ല കണ്ടന്റ് മേക്കറാണ്, കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ പറയാ അനുമോൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് അവിടുന്ന് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അനുമോളെ കോർണർ ചെയ്യാനോ അനുമോളെ ടാർഗറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. അനുമോൾ ഇട്ട് കൊടുക്കുകയാണ്. അനുമോൾ ആഗ്രഹിച്ച് മേടിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അനുമോൾ തന്നെ ഇപ്പൊ അനുമോളെ ഫാമിലിനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് അനുമോൾ അവരെ ഫാമിലിനെ പറയുന്നുണ്ട്. പ്രൊഫഷൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അനുമോൾ അപ്പുറത്ത് അവരെ പ്രൊഫഷനെ പറയുന്നുണ്ട്. ശരിക്കും ലാലേട്ടൻ ചോദിക്കണില്ല എങ്ങനെ അഭിനയ ഈ പ്രൊഫഷനെ കുറിച്ച് സൗണ്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അക്ബറിന്റെ ലാസ്റ്റ്. അനുമോൾക്ക് എന്ന് വെച്ചാൽ അനുമോളെ എടാ പോടാ വിളിക്കാൻ പാടില്ല, അനുമോളെ നടീനെ കൊഞ്ചിച്ചു കൊണ്ടിരിക്കണം. അനുമോൾ എന്താ അറിയോ, അനുമോൾ ആ മറ്റേ പ്രീവിയസ് ഷോയിലുള്ള പോലെ നാലാളിങ്ങനെ തൂക്കി നടക്കുന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാത്ത പ്രശ്നമൊന്നുമില്ല. ആ രീതിയിലെ ബോണ്ട് അവിടെ ഉള്ളവരോട് ഉണ്ടാക്കാം. ആരെങ്കിലും ഒക്കെ ആയിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാം. ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ എറിഞ്ഞ് നോക്കി അപ്പൊ അത് നടക്കില്ലാണ്ടപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ബിഗ് ബോസിന്റെ അമ്മയാവാൻ ശ്രമിച്ചോണ്ട് നിൽക്കാണ് ഇപ്പൊ. ആ ഇതിന്റെ ഉള്ളിൽ ചെന്നിട്ടല്ലേ കൺഫ്യൂഷൻ റൂമിൽ ചെന്നിട്ട് അതെന്താറിയോ ജിസേലിന് കറക്റ്റ് മലയാളം അറിയില്ല എന്നുള്ളൊരു സാധനം ഉള്ളത്. അനുമോള് നല്ല വിശ്വാസം, അനുമോള് എന്ത് ചെയ്താലും അവിടെ നിൽക്കുന്നുള്ള തോന്നലുണ്ട് അനുമോളിന്. എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം അങ്ങനെ പറയുമ്പോഴും ഇരുന്ന് ചിരിക്കാണ്, കളിയാക്കാൻ തൊട്ടു പറഞ്ഞപ്പോ എന്താ പറയാ എപ്പോഴും ഞാൻ തൊട്ടു, ഞാൻ ഇതിന് മാത്രം വല്ലതും ചെയ്തോ, അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ഫുള്ള് ചോദ്യം ചെയ്യില്ലേ. ശരിക്കും ബിഗ് ബോസിന്റെ ടീമും ശ്രദ്ധിക്കാനാണ്. കാരണം പൊതുവെ ജനങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു തോന്നുന്നുണ്ട്, അനുമോളെ അങ്ങനെ താങ്ങി പിടിച്ച് നടക്കുന്ന ഒരു തോന്നല്. അല്ല അങ്ങനെയാണ് ഇപ്പൊ കമന്റ്സ് ഫുള്ള് അനുമോൾക്ക് ഒരു കപ്പ്, അനുമോൾക്ക് ഒരു കപ്പ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ അനുമോക്ക് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം. അത് മാത്രല്ല കമന്റ് ബോക്സിൽ അനുമോളെ താങ്ങാൻ ആൾക്കാരുണ്ടല്ലോ. താങ്ങിക്കോളി, ഒരു കുഴപ്പമില്ല അനുമോളെ താങ്ങണേ. ഞാൻ പറഞ്ഞല്ലോ കണ്ടന്റ് തരുന്ന സമയത്ത് കണ്ടന്റ് തന്നെ പറയും. കണ്ടന്റ് അളിഞ്ഞ കണ്ടന്റ് ആകുമ്പോ പിന്നെ അളിഞ്ഞത് ഇന്നലത്തെ ഫുള്ള് ഇന്നലെ അക്ബറിന്റെ മുഖത്ത് നോക്കി പറയാം. പക്ഷെ അക്ബറൊക്കെ അത് കേൾക്കണം. കാരണം എന്താ പറയുക കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ, കൊടുക്കാതിരിക്കുന്നില്ലല്ലോ, കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിലേറെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗിസേലും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഗിസേലിന് കറക്റ്റ് ഒരു കണ്ടന്റ് ആണ്. അനുമോൾ വേഴ്സസ് ഗിസേൽ ഒരു സൈഡിൽ ഇങ്ങനെ പോകും. ഇതിനിടയിൽ ഇപ്പൊ മുങ്ങിപ്പോയതാരാ അറിയോ, അഭിലാഷ്. അനീഷ് പിന്നെയുണ്ട്. അനീഷൊക്കെ ഇന്നൊരു എപ്പിസോഡിനകത്ത് 2 മിനിറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. രേണു സുധി പിന്നെ പോട്ടെ, അഭിലാഷ്, ശൈത്യം മറ്റോളപ്പുണ്ടല്ലോ നിഴല് പോലെ. നിഴലുണ്ട്, നിഴലും കാണണ്ടാ. ഒനീല്, അഭിലാഷ്, പിന്നെ ഒനീലും അഭിലാഷും പറ്റ സൈഡായല്ലേ, പറ്റ സൈഡായിട്ടുണ്ട്. ഞാൻ 2 ദിവസം പൊട്ടിക്കണം ഇയാളെ പൊട്ടിക്കണം വെറുതെ പ്ലാൻ ചെയ്യാറുണ്ട്. അതൊന്നും നടന്നിട്ടില്ല, അതൊന്നും കണ്ടിട്ടില്ല. അനീഷ് പറഞ്ഞ രാവിലെ തന്നെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനീഷ് ഒരു 1-2 സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അനീഷ് അല്ല ഇവിടെ ഞാൻ ഉണ്ട് ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. അല്ല ബിന്നി ഉണ്ട്, ബിന്നി ഇന്നലെ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോ ബിന്നി ഉണ്ട്, അവിടെ ഒന്നും കൂടെ ക്ലാസ് ആയിട്ട് എനിക്ക് അവർ തോന്നിയത്. അവര് ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് ഒന്നും ഇടപെടാൻ താല്പര്യമില്ലാത്ത ആളാണ്. അല്ല ബിന്നി എന്താ പറയാ, ബിന്നിന്റെ സൈഡിക്ക് അല്ല അതിന് ഫാൻ ബേസ് ഉണ്ട്. ബിന്നിക്ക് അതിന്റേതായ ഫാൻ ബേസ് അവിടെ കിട്ടുന്നുണ്ട്. ബുദ്ധിപരമായിട്ട് കളിക്കണുള്ളൂ എന്തായാലും. ഒന്നിനും വലിയ വലിയ അനാവശ്യമായിട്ടുള്ള പരിപാടിയിലൊന്നും മുപ്പത്തില്ല. കാര്യപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ മാത്രമേ ഉള്ളൂ. അതും അവരും കൺസിഡർ ചെയ്യുന്നുണ്ട്. അവിടെ കേൾക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ കേൾക്കുന്ന വാക്കുകളിൽ ഒന്ന് ഗിസയിലും ഒന്ന് ബിന്നിയാണ്. വേറെ ആരും അവർ എടുക്കുന്നില്ലല്ലോ. പിന്നെ ആദില-നോറേനെ പിന്നെ ബേസിക്കലി എന്താ പറയുക, ഇവരാരും തൊടാൻ പോണായിട്ടാണ്. ആരും തൊടാൻ പോണില്ല. ഇന്നിപ്പോ നിവിന്റെയും കൂടി ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് ഉള്ളിൽ എന്താ ഷാനവാസാണ് മാറിയ മാറ്റം. ഷാനവാസ് ഇന്നലെ അനുമോളൊപ്പം ടീമായിട്ട് പോയിരുന്നിട്ടേ ഇന്ന് ഒറ്റയ്ക്ക് പ്രതിയാടി. അത് അഭിലാഷിന് മനസ്സിലാവും ചെയ്തു. ഇന്ന് അഭിലാഷ് പറഞ്ഞു നിവിൻ പുറത്തു പോയ സമയത്ത് അഭിലാഷ് കാരണം ജെന്യൂൻ ആയിട്ടാ കരഞ്ഞേ. നിവിൻ പുറത്തു പോയപ്പോ അഭിലാഷ് ഭയങ്കര ജെന്യൂൻ ആയിട്ടാ കരഞ്ഞേ. പക്ഷെ ഷാനവാസ് അവിടെ കണ്ടന്റ് ആക്കിയത്, കണ്ടന്റ് ആക്കിയെന്നല്ല, ഷാനവാസിന് ശരിക്കും പോണെന്നാണ്.
നിവിൻ പോണെന്നാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസ് എന്ത് ചെയ്തു, നൈസായിട്ട് പ്ലേറ്റ് മാറി ചാടിയിട്ട് ബാത്റൂമിന്റെ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൻ പോയതിക്ക് വിഷമകാരം ഓന്റെ കണ്ടന്റാണ്. അതിൽ അഭിലാഷിന് സംഗതി മനസ്സിലായി. അഭിലാഷിനെ ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് ഷാനവാസിന്റെ കയ്യിൽ നിന്ന് മാറിയത് നല്ല. കാരണം ഷാനവാസ് ആ ടീമിൽ ഇല്ല, ഉണ്ട് തോന്നിക്കണേ ഉള്ളൂ അല്ലേ. ഷാനവാസിന്റെ വിജയം അതാണ്. പനിന്റെ മറ്റവരൊപ്പം ഉണ്ടോ വെച്ചാൽ അവരൊപ്പം ഉണ്ട്, ലേഡീസ് ടീമിന്റെ ഒപ്പം ഉണ്ടോ വെച്ചാൽ അവരൊപ്പം ഉണ്ട്, പുറത്തുണ്ട്. ഷാനവാസ് എല്ലായിടത്തും നിന്ന് പോവാണ്, മാറി നല്ല ഒപ്പിക്കുന്നുണ്ട്. അതെ. ഇതിനിടയിൽ കേക്ക് മുറിച്ചു കേട്ടോ ഒനിയില്ലേ, അതുണ്ടായി. ഒരുത്തം പോയി ചത്ത് കിടക്കുമ്പോ കേക്കും മുറിച്ച് ആഘോഷം നടത്തി, അതൊരു സൈഡിൽ കൂടി കിടന്നു. അതുവരെ കരഞ്ഞ അനുമോള് കയ്യൊക്കെ അടിച്ച് ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ട് കണക്ക്. മനസ്സിലായെങ്കിൽ അതെ, മുഴങ്ങുഞ്ഞി റാങ്ങാണ് ഇതൊക്കെ തെറ്റാണ്. ഞാൻ ഒന്നും സമ്മതിക്കില്ല. നിവിൻ തിരിച്ചു വരുന്നു, തിരിച്ചു വരും അങ്ങനെ. അല്ല എല്ലാരും വേറെ കാര്യമുണ്ട്, നിവിനായതുകൊണ്ട് തീപ്പൊരി ഉണ്ടാവില്ലല്ലോ ഇപ്പൊ. വന്നിട്ട് ചിലപ്പോ ചെങ്ങായി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, പഴയതിനേക്കാൾ വലിയ ചേക്കിലെ കള്ളനായി മാറി ചെയ്യും. അങ്ങനെ അല്ല, ആളങ്ങനെയാണ് ബേസിക്കലി തോന്നുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അതിനോടും നൂറേനോടും എന്ത് കാണും, ഒരു ദേഷ്യം കാണും. അതിനിടയിൽ ഗിസേലിന്റെ ആരോ പാസ്റ്റ് അവേ എന്ന് കണ്ടു, കൊറേ ചാനലിൽ കണ്ടു കേട്ടോ. ഗിസേലിന്റെ ആരോ മരിച്ചു ഇന്ന് കൊറേ സ്ഥലത്ത് കമന്റ് ബോക്സിലും പറയുന്നുണ്ട്, കൊറേ വീഡിയോസും കണ്ടു. ഞാൻ സമ്മറൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ, സമ്മർ അൻഷിഫൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗിസേല് മരിച്ച കാര്യം. ആരോ മരിച്ച കാര്യം, ഗിസേലിൽ ആരോ മരിച്ച കാര്യം ഇട്ടിട്ടുണ്ട്. അതിന് എന്താ സീന് പറയാൻ പാടില്ല. അല്ല, അതെന്താ അറിയോ, അത് ഭയങ്കര നമുക്കെന്താ പറയാ, നമുക്ക് ചിലപ്പോ നമ്മളിങ്ങനെ പുറത്തുള്ളപ്പോ നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചാലുള്ളതിനേക്കാൾ ഇമ്പാക്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് കാണാനും പറ്റില്ല, ഇനി ആ മുഖം നമ്മളെ കണ്ണിൽ വരില്ല. അല്ല, അതൊന്നും അവിടെ തന്നെ ഉണ്ടല്ലേ. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഫാമിലിനെ കാണിക്കുമ്പോ കരച്ചിൽ വരുന്നത്. നമ്മളെ ഫാമിലി കാണുമ്പോ അങ്ങനെ കരച്ചിലൊന്നും വരില്ലല്ലോ. അല്ല, അപ്പൊ മരിച്ചാലും കൂടി അവസ്ഥ ആലോചിച്ച് നോക്കി, ഭയങ്കര സീനായിരിക്കും അത്. അങ്ങനെ ഗിസേലിന് എന്താ സീനെന്ന് അറിയാൻ പാടില്ല, എന്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്. നാളെ ഇനിയിപ്പോ കാണിക്കോ ഇല്ലെന്നുള്ളതും നമുക്ക് അറിയാൻ പാടില്ല. നിവിൻ കേറിയെന്നും പറയുന്നുണ്ട്, കേറിയിട്ടില്ലാന്നും പറയുന്നു. നിവിനാണോ കേറിയത് അതോ മറ്റേ റോബോക്കുട്ടന്റെ മുകളിൽ നിവിൻ എഴുതി വെച്ചിട്ട് സ്പൈക്കുട്ടനെ കയറ്റി വിട്ടതാണോന്നും പറയാൻ പറ്റില്ല. ഇനി മുതൽ ഇവനാണ് നിവിൻ. ഈ ബിഗ് ബോസ് എങ്ങനെയും കളിക്കുമല്ലേ. അല്ല, ഇനി അവസാനം ഇവനെ കൊണ്ടുവന്നിട്ട് പറയും അതിനൂറയ്ക്ക് കൊടുക്കണ എഴുതിന്റെ പണിയെന്ന് പറഞ്ഞാൽ അതൊരു രസമാവും. അതായത് ബീബി ഈ കോൺസെപ്റ്റ് ഇല്ലേ, ഇതൊരു ഞാൻ പറഞ്ഞു ഇത്ര കാലം എനിക്ക് ബീബി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴും എനിക്കൊരു സ്ക്രിപ്റ്റഡ് സാധനം തോന്നിയില്ല. പക്ഷെ ഇവർക്കൊരു പ്രോപ്പർ എന്തുണ്ട്, ഒരു സാധനം ഉണ്ട്, അതിലേക്ക് ഇവർ കൊണ്ടുണ്ട് കാര്യങ്ങൾ കറക്റ്റ് വന്ന് മറ്റുള്ളൊരു കണ്ടസ്റ്റന്റ് വന്ന് വീഴുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഡ്രസ്സ് കൊടുത്തതൊക്കെ അതിന് തന്നെ ആയിരിക്കും, എന്തോ ഒരു പണിയുണ്ട്, പണി വെച്ച് കൊടുത്തായിരിക്കും മിക്കവാറും. എനിക്ക് തോന്നുന്നു ഈ ഓണടിപ്പിച്ചിട്ടേ ലാലേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ആരെങ്കിലും വരുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയും തിങ്ക് ചെയ്യാലോ. ലാലേട്ടൻ ഇല്ല 2 ആഴ്ച, ചിലപ്പോ വേറെ ആരെങ്കിലും വരാം ഇല്ലേ. അതെ, നമ്മളെ ഇയാളെ കൊണ്ടുവരുമോ തമിഴില്? അങ്ങനെ വീഡിയോ കോളിൽ വരുന്ന പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാടിപൊളി, അങ്ങനെ തന്നെ വരേണ്ടത്. അതെ, നല്ല രസമുള്ളൂ. ഒന്നുമില്ല, ഈ മൂപ്പരെ കോസ്റ്റ്യൂമും ലുക്കും കാണാലോ. ബൈ ദ വേ, നാളെ ഹൃദയപൂർവ്വം സിനിമ റിലീസ് ഉണ്ട്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, ബാക്കി നാളെ ലൈവില് കുറെ കാര്യങ്ങൾ നമുക്കും പറയാൻ കുറെ ഉണ്ടല്ലേ. അതായത് ഇന്നാണ് സീസൺ 7 ഒന്ന് പിക്കപ്പ് ആയത്. അതായത് ഇതുവരെ സീസൺ 7 തുടങ്ങിയത് അറിഞ്ഞിട്ടും ഒന്നും കാണാത്തവരടക്കം കട്ട് റീൽസ് അടക്കം ഇന്നിരുന്ന് കാണും, എല്ലാം ഇരുന്ന് കാണുന്നു. അത്രയും ഹൈപ്പ് ഇന്നാണ് സത്യത്തിൽ സീസൺ. അല്ല, ഇനി അങ്ങോട്ട് എന്താ പറയുക, ഈ ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് വൈൽഡ് കാർഡും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ സീസൺ സ്ട്രോങ് ആയി മാറും അല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്.